ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് വെയിറ്റ്, മാസ് സ്കലാർ ക്വാണ്ടിറ്റിയാണ്, യൂണിറ്റ് കിലോഗ്രാം തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ മറ്റൊന്നാണ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് എം ജി, വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എം ജി ആണ്. വെയിറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് കാണുന്നതൊക്കെ. പക്ഷെ നമുക്കുള്ള ഈ ആക്ച്വൽ വെയിറ്റ് ഡിഫറെൻ്റ് കേസുകളിൽ നമുക്ക് കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ചില സിറ്റുവേഷൻസ് വരുന്നു. എന്താണ് കാരണം, ആ സമയത്തുള്ള വെയിറ്റ് എന്താണ്, എന്തുകൊണ്ടാണത് അനുഭവപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കിയാൽ, നിങ്ങൾ ഈ ഒരു സംഭവം എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഫ്രീ ഫാൾ എന്നൊക്കെ ഇതിന് പേരിട്ടിട്ടുള്ള പരിപാടിയാണ്. മുകളിലോട്ട് കയറുമ്പോൾ നല്ല സുഖം ഉണ്ടാവും, താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പള്ളയിലൊക്കെ ഒരു കാളലൊക്കെ ഉണ്ടാവും. ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട എന്താണ് കാരണം? ചില സമയം നമുക്ക് വെയിറ്റ് ഇല്ലാതെ നമ്മളൊരു എന്താ പറയുക, ഒരു തൂവൽ താഴേക്ക് വീഴുന്ന ഫീലിംഗ് ഒക്കെ വരാറുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതി, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് കേസ് ഓഫ് അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്, ഒരാൾ ഒരു ലിഫ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. ഒന്ന് ആക്ടിങ് ഡൗൺവേർഡ്, എം ജി, ദാറ്റ് ഈസ് വെയിറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ. 2-3 ദിവസമായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോർമൽ റിയാക്ഷൻ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ളതാണ്. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം പ്ലേസ്ഡ് ഇൻ എ ലിഫ്റ്റ് അറ്റ് റെസ്റ്റ്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, രണ്ട് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് വൺ ഈസ് ദ വെയിറ്റ്, അനദർ ഈസ് നോർമൽ റിയാക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. ഓരോ കേസുകളായിട്ട് പറയാം. ഫസ്റ്റ് കേസ്, the lift is stationary or moving up or down with uniform velocity. ലിഫ്റ്റ് സ്റ്റേഷനറിയിലാണ്, ലിഫ്റ്റ് റെസ്റ്റിലാണ്. ആ സമയത്ത് ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ യൂണിഫോം വെലോസിറ്റിയിൽ മുകളിലോട്ടോ താഴോട്ടോ പോവാം. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ 3 കേസ്, അതായത് സ്റ്റേഷനറി ആണെങ്കിലും മൂവിങ് അപ്പ് ഓർ മൂവിങ് ഡൗൺ വിത്ത് യൂണിഫോം വെലോസിറ്റി ആണെങ്കിലൊക്കെ ആക്സിലറേഷൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അനുഭവപ്പെടുന്ന, ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന അപ്പാരന്റ് വെയിറ്റ് എന്താണെന്ന് നോക്കാം. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F=ma ആണ്. ടോട്ടലി ഒരു ബോഡിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഞാൻ പറഞ്ഞു. നോർമൽ റിയാക്ഷൻ, താഴേക്കുള്ളത് വെയിറ്റ്, R-mg. ഇതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. അതായത് ഈ എം ജിയും ഈ ആറും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യേണ്ടത്. പക്ഷേ എന്താണ്, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, അത് പോസിറ്റീവാണ്. എം ജി താഴേക്ക്, സോ അത് നെഗറ്റീവാണ്. പോസിറ്റീവ് നെഗറ്റീവും കൂട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് കാണുക. ശരിയല്ലേ? R+-mg എന്ന് പറഞ്ഞാൽ R-mg ഈസ് ഈക്വൽ ടു M into A, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ, ഈ ഫസ്റ്റ് കേസിൽ ആക്സിലറേഷൻ 0 ആണ്. സോ നമുക്ക് R is equal to mg എന്ന് എഴുതാം. ആക്ച്വൽ വെയിറ്റ്, നമുക്ക് നോർമലി ഉള്ള വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് തന്നെയാണ് ഈ കണ്ടീഷനിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അതാണ് അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ആക്ച്വൽ വെയിറ്റ്. അതായത് ലിഫ്റ്റ് സ്റ്റേഷനറിയിലാണെങ്കിലും ലിഫ്റ്റ് മുകളിലോട്ടോ താഴോട്ടോ യൂണിഫോം വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ആ ബോഡിക്ക് ഉണ്ടാകുന്ന അപ്പാരന്റ് വെയിറ്റ്, അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവപ്പെടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എം ജി. R is equal to എന്ന് എഴുതിയത് ആ സമയത്ത് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പാരന്റ് വെയിറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് എം ജി ആണ്. നോർമൽ സാധാരണ ഉള്ള വെയിറ്റ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ. കേസ് 2, the lift moving upward with uniform acceleration A.
ഒരു യൂണിഫോം ആക്സിലറേഷനോട് കൂടിയിട്ട് ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, ആ സമയത്ത് ആക്ച്വലി നമുക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് അനുഭവപ്പെടുക. യന്ത്രൂഞ്ഞാൽ എന്നൊക്കെ പറയും, പോയിട്ടുണ്ടാവും. ചന്ത എന്നുള്ള ഇതുണ്ടാവാറില്ലേ, സർക്കസ് ഒക്കെ ഉണ്ടാകുന്നിടത്തൊക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പറയാം. അപ്പോൾ ഫോഴ്സ് നമുക്ക് എപ്പോഴും അറിയാം എം എ ആണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൻ എ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എം ജി ആണ്, ഈസ് ഈക്വൽ ടു എം എ. ഈ മൈനസ് എം ജി ഈക്വൽസ് അതിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ആർ ഇസ് ഈക്വൽ ടു എം എ പ്ലസ് എം ജി. ഈ മൈനസ് എന്നുള്ളത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോയപ്പോൾ പ്ലസ് എം ജി ആയി. എം ഇതിൽ രണ്ടിലും കോമൺ ആണ്. സോ എം ഇൻറ്റു എ പ്ലസ് ജി. അപ്പോൾ നോക്കി നിങ്ങൾ, സാധാരണ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ വെയിറ്റ്. പക്ഷേ ഈ ഒരു ആക്സിലറേറ്റഡ് മോഷനാണ് മുകളിലോട്ട് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ എ എന്നുള്ളൊരു ആക്സിലറേഷനോട് കൂടിയിട്ട് ഒരു ബോഡി മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ജീൻ്റെ കൂടെ ആ ബോഡിയുടെ ആക്സിലറേഷന് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നോർമലി നമ്മൾ വെയിറ്റ് കൂട്ടുമ്പോൾ എന്താ ഉണ്ടാവുക, ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി, 9.8 ഇൻറ്റു മാസ് എന്നുണ്ടാവുള്ളൂ. ഇവിടെ അതല്ല, 9.8ലേക്ക് എന്തുകൂടി ആഡ് ചെയ്യാനുണ്ടാകും, ആ ബോഡിയുടെ ആക്സിലറേഷൻ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും എം ജി എന്നുള്ള ആക്ച്വൽ വെയിറ്റിനേക്കാൾ കൂടുതലുള്ള ഒരു വെയിറ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ നമുക്കറിയാം അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ വെയിറ്റ്. അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ വെയിറ്റ് ഓഫ് ദ ബോഡി. ഒരു ലിഫ്റ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുക. ലിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സാധാരണ നമ്മൾ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ആ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെറിയൊരു വേരിയേഷൻ അനുഭവപ്പെടും. പിന്നെ ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന യൂണിഫോം വെലോസിറ്റിയിലാണ്. സോ ഒരു പ്രശ്നമില്ല, നമ്മുടെ വെയിറ്റ് എം ജി തന്നെ ആയിരിക്കും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ലിഫ്റ്റ് കയറുകയാണെങ്കിൽ മുകളിലേക്കും താഴേക്കും പോകുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. ഒരു പ്രത്യേക ആ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. നമുക്കുണ്ട്, നമ്മളത് ശ്രദ്ധിക്കാനായിട്ടാണത്. നമ്മൾ താഴേക്കുള്ളത് മാത്രം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കേസ് 2 പറയുന്നത് അപ്വേർഡ് മോഷൻ മുകളിലോട്ടാണെങ്കിൽ വിത്ത് എ യൂണിഫോം ആക്സിലറേഷനിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ വെയിറ്റ്, ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് ആക്ച്വൽ വെയിറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ഒന്നും അനുഭവപ്പെടാറില്ല. മുകളിലേക്ക് പോകുമ്പോൾ ഒരു സുഖമായിട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ നെക്സ്റ്റ് കേസ് നോക്കി നിങ്ങൾ. നെക്സ്റ്റ് കേസ്, ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ. മൂവിങ് ഡൗൺ, താഴേക്ക് മൂവ് ചെയ്യുന്നത്, താഴേക്ക് വരുന്നു. ഓക്കെ, താഴേക്ക് വരുന്ന കേസിൽ നമുക്കറിയാം എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം എ. ഫോഴ്സിന് പകരം ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ, താഴേക്ക് വരികയാണ്. സോ എം ജി മൈനസ് ആർ, ബോഡി മൂവ് ചെയ്യുന്ന താഴോട്ടാണ്. സോ നമുക്ക് മുകളിലേക്കുള്ള ഫോഴ്സ് മൈനസ് ആയി എന്ന് മാത്രം. എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം എ. എം ജി മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എം എ ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എം കോമൺ ആണ്, പുറത്തേക്ക് എടുത്തെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. അപ്പോൾ ഈ കേസിൽ നമുക്ക് കിട്ടിയത് എം ഇൻറ്റു എ പ്ലസ് ജി അല്ലെങ്കിൽ ജി പ്ലസ് എ എന്ന് കിട്ടി. ഇവിടെ നേരെ തിരിച്ചാണ്, ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ. അപ്പോൾ 9.8 എന്നുള്ള ജിയിൽ നിന്ന് നമുക്ക് ആ ബോഡിയുടെ, ആ ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ മൈനസ് ചെയ്യണം, കുറയ്ക്കണം. അങ്ങനെ ആകുമ്പോൾ ആക്ച്വൽ വെയിറ്റിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ നമുക്ക് പറയാം അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഡിക്രീസസ്. അപ്പാരന്റ് വെയിറ്റ് ഈസ് ലെസ് ദാൻ ദി ആക്ച്വൽ വെയിറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ലിഫ്റ്റ് ഒരു ആക്സിലറേഷനോട് കൂടിയിട്ട് താഴോട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് ആക്ച്വൽ വെയിറ്റിനേക്കാൾ വെയിറ്റ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഈ ഫ്രീ ഫാൾ പോലത്തെ സംഭവം, അല്ലെങ്കിൽ ഈ യന്ത്രൂഞ്ഞാൽ എന്ന് പറയുന്ന കറങ്ങുന്ന സാധനമല്ലേ, കറങ്ങുന്ന സാധനം, അതിൽ ജൈൻറ്റ് വീൽ എന്നൊക്കെയാണെന്ന് പറയാം. അതിങ്ങനെ കറങ്ങി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. ടോപ്പിലെത്തി താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് വയറിൻ്റെ ഉള്ളിലൊരു കാളിച്ചൊക്കെ വരുന്നത്. കാരണം ആ വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാണത്. ആ ഭാരം, വെയ്റ്റ്ലെസ്നെസ് അല്ല, ഭാരം കുറയുക. നമുക്ക് ഓൾറെഡി ഉള്ള വെയിറ്റ്, ഭാരം
കുറയുന്നത് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു കാളലും ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ കുട്ടികളൊക്കെ ലിഫ്റ്റിൽ നമ്മൾ കയറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ താഴോട്ട് പോകുന്ന സമയത്തൊക്കെ അവരിങ്ങനെ ചിരിക്കും, ഒരു ഇക്കിളി ആവുന്ന ഒരു എഫക്റ്റിൽ അവർ ചിരിക്കുന്നത് കാണാം. കാരണം ഇതാണ്, ലിഫ്റ്റിലൊക്കെ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ. പിന്നീട് യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സിലറേഷൻ 0 ആകുമ്പോൾ നമുക്ക് നോർമൽ വെയിറ്റ് അനുഭവപ്പെടുക. പക്ഷെ നമ്മളിപ്പോൾ ഇത്തരം രീതിയിൽ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ളതായതുകൊണ്ട് തന്നെ അത് താഴോട്ട് ഫ്രീ ഫാൾ ഉണ്ടാകും, അല്ലെങ്കിൽ താഴോട്ട് ആക്സിലേറ്റഡ് മോഷൻ ഉണ്ടാകും, മുകളിലേക്ക് ഉണ്ടാകും, നമുക്ക് വെയിറ്റ് കൂടുന്നത് തോന്നും, കുറയുന്നതായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടുത്താനുള്ളതാണ്. അതിലൊരു കേസ് കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ കണ്ട വീഡിയോയിലേക്ക് ഒന്നുകൂടി പോകാനുണ്ട്. ദ ലിഫ്റ്റ് ഈസ് ഇൻ ഫ്രീ ഫാൾ. ഇമാജിൻ ചെയ്യുക, ലിഫ്റ്റിൻ്റെ കേബിൾ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ലിഫ്റ്റ് പൊട്ടി താഴോട്ട് വീഴുന്നു, അതിൻ്റെ പേരാണ് ഫ്രീ ഫാൾ. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി താഴോട്ട് വീഴുന്നു, അതിൽ ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഫാൾ. ഓക്കെ, അപ്പോൾ ഫ്രീ ഫാളിൽ ഏതൊരു ബോഡിയുടെയും ആക്സിലറേഷൻ എന്ന് പറയുന്നത് g ആണ്. ആക്സിലറേഷൻ is equal to 9.8 g എന്നുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഫ്രീ ഫാളിൽ ഏതൊരു ബോഡിക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴേക്കുള്ള കേസിൽ r is equal to m into g minus a. ലിഫ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ താഴോട്ടാണല്ലോ വീഴുന്നത്. അപ്പോൾ താഴേക്കുള്ള കേസിൽ ഈ ഇക്വേഷൻ എടുത്താൽ മതി, r is equal to m into g minus a. അപ്പോൾ ഈ ഇക്വേഷനിൽ a എന്ന് പറഞ്ഞാൽ g തന്നെയാണ്. അപ്പോൾ m into g മൈനസ് g. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ വാല്യൂ എന്താ ഇപ്പം 0. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക, m into 0 is equal to 0. അപ്പോൾ അതായത് ഫ്രീ ഫാളിൽ ഒരു ബോഡി താഴോട്ട് വീഴുമ്പോൾ ആ ബോഡിക്ക് വെയിറ്റ് 0 ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. The apparent weight is 0. The body feels weightlessness. The body feels weightlessness. ഒരു ഭാരമില്ലായ്മയാണ് ഫ്രീ ഫാൾ ബോഡിക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് വെയിറ്റ് മെഷർ ചെയ്യുന്ന ഡിവൈസാണ്. ഒരാൾ ഒരു 5 ന്യൂട്ടൺ റീഡിങ്ങും പിടിച്ചെങ്ങാൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴോട്ട് ചാടി വിചാരിച്ചോളൂ. ആ സ്പ്രിംഗ് ബാലൻസിൽ ആൾ ചാടുന്നതിന് തൊട്ട് മുമ്പ് 5 ന്യൂട്ടണാണ് കാണിച്ചത്. താഴോട്ട് വരുന്ന സമയത്ത് അയാൾ ചാടിയതാണ്, ഫ്രീ ഫാൾ ആണ്. ആ സമയത്ത് സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്രയായിരിക്കും, 0 ആണ്. കാരണം ഫ്രീ ഫാളിൽ ബോഡിയുടെ വെയിറ്റ് 0 ആയിരിക്കും. വെയ്റ്റ്ലെസ്നെസ് എന്നാണ് പറയുക. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ കേസ് 4. നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊന്നുകൂടി ഓർത്ത് നോക്കിയാൽ മതി, ഇതിൽ കയറിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് പോകുന്ന ആക്സിലറേറ്റഡ് മോഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് ഫീൽ ചെയ്യുക, വെയിറ്റ് കൂടുക ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ആ പോരുന്നതാണ് ഫ്രീ ഫാൾ. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് വെയിറ്റ് കുറയുന്നത്, വെയിറ്റ് ലെസ്നെസ്, ഭാരമില്ലായ്മയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, പിന്നെ ചിലപ്പോൾ അവർ പതുക്കെ ഇറക്കുകയും ചെയ്യും. പതുക്കെ ഇറക്കുന്നതിന് നമ്മൾ പറയാം ആക്സിലേറ്റഡ് മോഷനാണ്, ഡൗൺവേർഡ് താഴേക്കുള്ള ആക്സിലേറ്റഡ് മോഷൻ. ആ സമയത്ത് വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഫ്രീ ഫാൾ ആണ് കേസിൽ ഈ വരുന്ന വരവ്, ഇപ്പം പോകുന്നത് മുകളിലേക്ക്, ഇതൊക്കെ ഫ്രീ ഫാൾ ആണ്. ഫ്രീ ഫാൾ കണ്ടീഷനിൽ നമുക്ക് വെയിറ്റ് 0 ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക.